ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ കൊണ്ട് ഒരു ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് നോക്കാം. തൊലിയെ കളഞ്ഞ് ഇതിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജ്യൂസാക്കി എടുക്കാം. ഇങ്ങനെ ജ്യൂസാക്കിയിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അരിപ്പയിൽ ഒഴിച്ചിട്ട് പൈനാപ്പിൾ ജ്യൂസ് 2 കപ്പ് ഉണ്ടാവും. 250 ml. ഒരു 3/4 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഇട്ട് കൊടുക്കാം കേട്ടോ. 100 ഗ്രാം കോൺഫ്ലവർ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളം എടുത്തിട്ട് കലക്കിയിട്ടുണ്ട്. ഇതിലോട്ട് ഒഴിച്ചു. ഒന്ന് അരിച്ചിട്ട് വേണം ഒഴിക്കാൻ. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഗ്യാസ് കത്തിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ സിമ്മിലിട്ടിട്ട് വേണം പതുക്കെ ഇളക്കി കൊടുക്കാൻ. കൂട്ടിയും കുറച്ചും തന്നെ വെച്ച് കൊടുക്കണം. ഈ ഒരു സമയമാകുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലും മതിയാവും. ഇപ്പോൾ ഈ വിട്ട് വരുന്ന പരുവായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കാഷ്യൂ നട്ട്സും കിസ്മിസും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ വിട്ട് വരുന്ന പരുവായിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതൊന്ന് ആറട്ടെ. നമ്മുടെ ഹൽവ അപ്പം ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. 2-3 മണിക്കൂർ ആറാൻ വെച്ചതിന് ശേഷം ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവ റെഡി ആയിട്ടുണ്ട്.